ഇവിടെ നിറയെ വളവ് തിരിവാണ്. വളഞ്ഞിരിഞ്ഞെടുക്കുന്ന വഴിയാണ്. അതിന് ഈ ഹോണടി കൂടുതലായിരിക്കും. അപ്പം നമ്മളങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിനകത്ത് കൂടി സഞ്ചരിക്കേണ്ട. ഇവിടെ നിന്ന് ഇടതുവശത്തായിരിക്കാനാണ് വഴിയുന്നത്. പാലങ്ങളൊക്കെ ഇടതുവശത്താണ് അങ്ങോട്ടല്ലേ. ഇത് ഗ്രാമപ്രദേശമാണ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പം തിരക്കായി. കാര്യമൊക്കെ ശരിയാണ്. നമ്മൾ എന്താ പറയുക, ഒരു വികസനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ അത് ശല്യമാവുന്ന രീതിയിൽ ആവരുത്. രക്ഷപ്പാടും ബഹളവും ഞാനൊരു 4:45-5 മണിയാവാൻ പോകുന്നു. വെയിലിൻ്റെ ഒരു ചായൽ കണ്ടിട്ട് ഇവിടെ ഒരു പഠിപ്പുര നല്ല എന്താ പറയുക പഴയ കാലത്തൊരു വീടുണ്ട്. ഒരു ബോഗൻവില്ലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതൊരു പഴയ ഗ്രാമവഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാ ഇവിടെ ഒരു ബോഗൻവില്ല 2 സൈസ് കളറുള്ള. അതിന് താഴെ ഒരു പഴയ കാലത്തെ ഒരു കടമുറി കാണാം കേട്ടോ, തട്ടിയൊക്കെ ഉള്ളത് അല്ല. അപ്പം നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്, 1 2 3 4. നമ്മുടെ ബൈക്കും അവിടെ കാണാം കേട്ടോ. പഴയ കാലത്തൊരു എൻ്റെ നല്ല രസമുള്ളൊരു സ്ഥലം. ഇതൊക്കെ അത്യാവശ്യം വലിയ വീടുകളും റിസോർട്ടും ചിലപ്പോൾ വീടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പെരുമ്പളം പാലം ഇങ്ങനെ പോയി കുറച്ച് വഴി തെറ്റി ഒരു 3-4-5 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടാണ് നേരെ പോയി. തൊട്ടടുത്ത് തന്നെയായിരുന്നു. അവിടെ കൃത്യമായിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടില്ല. പാലം കഴിഞ്ഞുകൊണ്ടായിരിക്കും. പിള്ളേരൊക്കെ ഇവിടെ ഒരു ചെറിയ കച്ചവടം. അപ്പോൾ ഇവിടെ ഇനി ആളുകൾക്ക് ശരിയും എല്ലാം കൂട്ടം കൂടി ശരി. എന്താ അതിൻ്റെ ഉദ്ദേശിച്ചില്ല. പാലം കാണാൻ ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾക്കിതൊരു പുതുമയല്ലല്ലോ. ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് അറിയില്ല. നമ്മളായാലും മുന്നോട്ട് പോകുന്നു. പാലം അക്കരയ്ക്ക് എത്തിച്ച് കുറേ നാൾ കൂടിയിട്ട് പണിത് ദ്വീപിലേക്കുള്ള പാലമാണ്. ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ട് പോകും. അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നം
പ്രകാശം അവിടെ നിന്ന് ഫിനിഷിംഗ് ആയിട്ടില്ല പാടം, വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ്, ആർക്കും വേണ്ടി ഉണ്ടാക്കിയ പോലെ എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത്ര വലിയ ഫിനിഷിങ്ങോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അവിടെയൊക്കെ എല്ലാം അങ്ങോട്ട് പോകാനാണ് പാലത്തിൻ്റെ മുകളിൽ കൂടി അറ്റം വരെ അപ്പുറത്ത് കടന്നിട്ട് പോകാം. ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത സ്റ്റെപ്പൊക്കെ അടിച്ചു വെച്ചാൽ ടാറിങ് ജോലി നടക്കണമുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ ടാറിങ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അവർ. ആ ഇലക്ഷന് മുമ്പ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുള്ളൂ. ഞായറാഴ്ചയുണ്ട് തിരക്ക് കൊള്ളാം. പാലം പൂർത്തിയായിട്ടില്ല, ഇപ്പോൾ ടാറിങ് ആവണുള്ളൂ. അതിന് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് കാണുന്ന ആണ് ഈ ദ്വീപ്, പെരുമ്പളം ദ്വീപ്. ദ്വീപിലേക്ക് പോയി നോക്കാം, പക്ഷെ ഇപ്പോൾ പോയാലും അങ്ങനെ ആവുന്നറിയില്ല. അപ്പോൾ ദിവസങ്ങളിൽ വരുന്ന കുറച്ചുകൂടി നല്ലത്. നിറയെ വാഹനങ്ങളെ കപ്പലിൻ്റെ കച്ചവടം ഉണ്ട്. പിന്നെ പാലത്തിൻ്റെ മുകളിൽ കാണാൻ വരുന്നവർക്ക് കപ്പലിൻ്റെ കച്ചവടമൊക്കെ ചെയ്യാൻ ലോകത്ത് എവിടെയെങ്കിലും കാണുന്ന കാഴ്ചയാണ്. ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടൊന്നും കാണണമെന്നില്ല. ഇത്തിരി നീളത്തിലൊരു പാലം. പിന്നെ അപ്പുറത്തെ ദ്വീപിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു 80 സംവിധാനങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അതൊക്കെ പോകും. ടാറിങ് ജോലി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നറിയില്ല. ടാറിങ് നടക്കണുള്ളൂ.
അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ എന്നറിയില്ല. അവിടെ ബ്ലോക്കാണോ, അങ്ങോട്ട് വിടൂല്ലേ, കൺഫ്യൂഷനാണ്. അല്ലാതിരിക്കില്ല, അത് പോകണ്ട്. ഇവിടെ ബ്ലോക്ക് ചെയ്യിക്കണേ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല. ബ്ലോക്ക് കണ്ടിട്ട് പിന്നെ കയറി ചെന്ന് കുട്ടിക്കയറ്റി പറ്റുന്നവരുണ്ട്. ഇതിലെ പതിയെ പോയി നോക്കാം. പണിമുടക്കായി കിടക്കാം. അപ്പം നമ്മളിത് ഇതിനകത്തേക്ക് പ്രവേശിക്കണം, ദ്വീപിലേക്ക്. നമ്മൾ ദ്വീപിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അതായത് ഉത്സവം പോലെയാണ്. ഇപ്പോൾ കാറിങ് നടക്കാത്തതുകൊണ്ട് ഭയങ്കര ചാട്ടം. അങ്ങനെ ദ്വീപിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. പെരുമ്പളം ദ്വീപ്. നമുക്ക് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ എന്താ തോന്നണമെന്ന് തോന്നിയാലില്ല. കപ്പലിൻ്റെ കച്ചവടം കൂടുതലില്ല. താൽക്കാലികമായ കടകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടേ കുറേ സംഗതികളൊക്കെ കൊണ്ടുവന്നിട്ട് കപ്പ, മീൻകറി. പിള്ളേരൊക്കെ ആ ഭാഗത്ത് ദ്വീപിലുള്ള പിള്ളേരാണ് കപ്പയും മീൻകറിയൊക്കെ കൊണ്ടുവച്ചിരുന്നത്. മുളക് ബജ്ജി, മുട്ട ബജ്ജി, അങ്ങനെ കുറേ സ്നാക്സുകൾ, ചായ, കോഫി, ഇതൊക്കെ പുതിയതായിട്ട് ഇവിടെ വന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അവിടെ പോവാം. എങ്ങോട്ട് പോകണം? ഇടത് പോകണോ വലുത് പോകണം? ഇതിലെ പോയിട്ട് അതിലെ വരാം. നമുക്കിപ്പോൾ ഇതിൽ പോയാലും കഴിഞ്ഞിട്ടില്ല. എന്നോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ചായക്കട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പെരുമ്പളം ദ്വീപിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു ദിവസം കൂടി എടുക്കാം, നല്ല പകൽ. ഇപ്പോൾ വൈകിട്ടായി പോയി, കുറച്ച് ദൂരം അങ്ങോട്ട് മാറിയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സെൽഫി എടുത്തിട്ട് അങ്ങ് പോവാം. ഇത്ര നേരം സെൽഫി എടുത്തില്ല. നമുക്കായാലും പതിയെ പോയി നോക്കാം, എന്താണെന്നറിയില്ല. ഇപ്പോൾ സെൽഫി എടുത്തിട്ടില്ല നമ്മൾ. കുറച്ചങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകാനുള്ള അവിടെ റോഡ് ക്രോസാണ്, തിരിച്ചു തന്നെ പോകേണ്ടി വരും. അവിടെ ഡോഗുണ്ട്, ആ വിടൂല അങ്ങോട്ട്. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ റോഡ് പണി ശരിക്കും നടക്കണുള്ളൂ കേട്ടോ. റോഡ് പണിയായി ഇതിൻ്റെ അപ്പുറത്തേക്കായിരിക്കുള്ള റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടാവുക. നോക്കാം നമുക്ക്. ഇവിടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. ക്ഷേത്രമുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജീപ്പ് പോവാം അങ്ങോട്ട്. ജീപ്പ് മാത്രമേ പോകുള്ളൂ. നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് വരാം. വെള്ളമൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. രാവിലെ കുറച്ച് അവല് ശർക്കരയൊക്കെ കൂട്ടി കഴിച്ചു. വൈകിട്ട് കഴിക്കുള്ളൂ ഭക്ഷണം. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇപ്പോൾ 2 ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോലും കുടിച്ചിട്ടില്ല. 30-34 കിലോമീറ്റർ കഷ്ടിച്ച് അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നീല ടപ്പായ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ദ്വീപിലെ വിശേഷങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു കാലഘട്ടം നമുക്കൊന്നും പറയാനുള്ള ശരിക്കും പുതിയ കാലത്തുള്ള നിർമ്മിതികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പഴയ കാലത്ത് നിർമ്മിതി എന്ന് പറയാനായിട്ട് ഇത് ഇവിടെയൊക്കെ ഒരു വേലിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഈ വേലിക്കെട്ടുണ്ട് ഈ ഒരു പത്തൽ വെച്ചിട്ട്, കൊന്നപ്പത്തൽ ഉപയോഗിച്ച് ഒരു പറമ്പിന് ചുറ്റുമായിട്ട് വേലി കെട്ടി വെച്ചിരിക്കുന്നു. ആയക്കൂടി ഉള്ളത് അത് മാത്രമേ ഉള്ളൂ. ആ ഒരു പഴയ കാലത്തൊരു വേലിക്കെട്ട്, പിന്നെ കുറച്ച് ഇതുപോലത്തെ ഇപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്, പഴയ വീട് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. പഴയ കാലത്തെ ഒരു വീട്, ക്ഷേത്രം. ഇവിടെ ഈ കൊടംപുളിക്ക് പേര് കേട്ട സ്ഥലമാണെന്നാണ് കേട്ടത്. കൊടംപുളി ഒരു ചെറിയൊരു ദ്വീപൊന്നുമല്ല, നല്ല അത്യാവശ്യം നല്ല വലിയ ദ്വീപാണ്. അതിൽ നമുക്ക് വേറൊരു ദിവസം കൂടി വരാം. ഒരു കാര്യം നടക്കാൻ പറ്റും. ഇവിടെയൊക്കെ വരുന്തോറും കുറച്ച് ഒരു ഗ്രാമാന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കാണിക്കും. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ കണ്ടോ, വാഹനങ്ങളൊക്കെ കയറി തിരക്ക് കൂടി, ഫോണടി, ബഹളം, ഒച്ചപ്പാട്. തുടക്കത്തിലൊക്കെ ഒരു രസമായിരിക്കും ഫോണടി, ഒരു രസം. അതുപോലെ നിശബ്ദമായിട്ട് പോകണം. സൂര്യൻ്റെയൊക്കെ ഇടവഴിയിൽ കുറേ ഇടവഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പിന്നീട് ഒരു ദിവസം കൃത്യമായിട്ട് വരാം. ഒരു കാറുണ്ട്, അത് പോകണമെങ്കിൽ ഇപ്പോൾ പറയാം. അപ്പോൾ എനിക്ക് അടുത്ത വണ്ടി കിട്ടില്ല. ഈ കാലത്ത് മുഴുവൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ വഴിയുണ്ട്, കാര്യമായുള്ള വഴികളോ കാര്യങ്ങളോ വലിയ വഴികളോ. ദേശാടന പക്ഷിയാണെന്ന് പറയുന്നത്. ഇവിടെയൊക്കെ വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വലിയ കാര്യമാണ്. അധികം വേസ്റ്റ് ഇവിടെ വീണ് കിടക്കണം നമ്മൾ കാണുന്നില്ല, അത് വേറെ കാര്യം. ദ്വീപുകാർ ഇപ്പോൾ നിലവിൽ അധികം പബ്ലിക്, ഇനി പുതിയ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയൊക്കെ വീഴും. അപ്പം അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇത് അങ്ങോട്ട് എടുക്കണ്ടേ, നമ്മൾ ലൈറ്റ് അവിടെ നിന്നുണ്ട്. സണ്ണാ ഭാഗത്താണ്, എന്നാലും എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എടുത്തേക്ക്. നമ്മൾ ഈ നേരം വരെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തിരക്ക് വേണ്ട, ഞങ്ങളുടെ തിരക്കാണ്. ഒരു രക്ഷയില്ല തിരക്കുണ്ട്. ഇതവിടെ ഒരു ചേട്ടനൊക്കെ വെള്ളക്കെട്ടാണ് ഈ ഭാഗത്തിട്ട, വെള്ളക്കെട്ട് കാര്യമാണ്. ഒരു നാടിൻ്റെ ഒരു മോശമായ അല്ലെങ്കിൽ അത് മാറിപ്പോകും, ഉറപ്പാണ്.